Hi guys, welcome back to yet another video of Aisha's Beauty Arcade. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ടൈറ്റിലും തമ്മിലിരുന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഒരു ഫേഷ്യൽ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. വൺസ് ഇൻ എ വീക്ക് ഞാൻ എൻ്റെ സ്കിന്നിന് ഒരു എക്സ്ട്രാ പാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യൽ റുട്ടീനാണ് ഇന്ന് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് എന്നോട് DM ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ റുട്ടീൻ ഇടാമോ എന്നുള്ളത്. സോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പാർലറിലൊന്നും പോകാൻ പറ്റില്ല. അഥവാ പാർലറിൽ പോയാൽ തന്നെയും നിങ്ങൾ അവിടെ കൊടുക്കുന്നതിൻ്റെ ക്യാഷിൻ്റെ പകുതി പോലും ആകുന്നില്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ എന്ന്. പെട്ടെന്ന് പോവുക, കിച്ചൺ പാക്കിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് എടുക്കുക, അങ്ങ് ചെയ്യുക ഫേഷ്യൽ, അത്രേ ഉള്ളൂ. സോ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യണമെന്ന് നോക്കാം. സോ യെസ്, കീപ് വാച്ചിങ്. സോ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലെൻസിങ്, സ്ക്രബിങ്, സ്റ്റീമിങ്, മസാജ് ആൻഡ് മാസ്കിങ്. ഇത്രയുമാണ് എൻ്റെ ഫേഷ്യലിന് ഞാൻ ചെയ്യാറുള്ള സ്റ്റെപ്സ്. സോ ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് മുന്നേ തന്നെ നിങ്ങൾ എന്തെങ്കിലും മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് പിന്നെ ഫേഷ്യലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സസ് ആയിട്ടുള്ള മേക്കപ്പ് റെസിഡ്യൂ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി പോയിട്ട് ഫേസ് നല്ല ക്ലീൻ ആവും. അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാതെ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത്, അത്ര മതിയാവും. പിന്നെ നമുക്ക് ഇതുപോലൊരു കോട്ടൺ പാഡ് വേണം. കോട്ടൺ പാഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ച് വേണമെങ്കിൽ ഇതിനെ ക്ലെൻസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു കോട്ടൺ പാഡ് ഞാൻ ഈ തൈര് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഫേസ് ഫുള്ള് ഞാനൊന്ന് വൈപ്പ് ചെയ്യാണ്. നമുക്ക് വളരെ ജെൻറലായിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. തൈര് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യും, പുതിയ സ്കിന്നിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ റിമൂവ് ചെയ്യും, അതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്ന് കീപ്പ് ചെയ്യും. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഫേസ് വൈപ്പ് ചെയ്തു, കണ്ടില്ലേ? ഇത്രയും മേക്കപ്പ് റെസിഡ്യൂവും ഡേർട്ടും ആണ് ബാക്കി വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പം നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടൊന്ന് ക്ലെൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറുപയർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറുപയർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ടിന്നിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ചെറുപയർ പൊടിയിൽ കുറച്ച് സാധാരണ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് സ്ക്രബ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ജെൻറ്റലായിരിക്കണം, ഒരുപാട് ഫേസിൽ ഹാഷ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ നോസിൻ്റെ ഭാഗം, ചിന്നിൻ്റെ ഭാഗം, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്തൊക്കെയാണ് പ്രത്യേകിച്ചും കുറച്ച് സ്ക്രബ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ ഗ്രാനുൾസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ ഭാഗത്തൊന്നും പോകേണ്ട, കാരണം കുറച്ചൊന്ന് ഹാഷാണ്. അപ്പം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാവും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ? നല്ല ഒരു ഗ്ലോ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അപ്പോൾ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് വന്നാലേ നമ്മൾ ഇനി എന്ത് സ്റ്റെപ്പാണോ ചെയ്യുന്നത് ആ സ്റ്റെപ്പ് നല്ല ഡീപ്പായിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പോഴ്സ് ഓപ്പൺ ആക്കണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാം. അപ്പോൾ സ്റ്റീമർ ഉള്ളവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് ആവി കൊണ്ടാലും മതി. സൂക്ഷിക്കണം കൊള്ളാണ്ടിരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടവലിൽ കുറച്ച് ചൂടുവെള്ളം നന്നായിട്ട് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചൂടുവെള്ളം മുക്കി ഒന്ന് പിഴിഞ്ഞിട്ട ടവലാണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഫേസിൽ കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും.
നമ്മളിപ്പോൾ സ്റ്റീമിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ മിക്കവാറും നമ്മൾ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ. ഇപ്പോൾ തൽക്കാലം അതെൻ്റെ കയ്യിലില്ല, മിക്കവരുടെ കയ്യിലും അത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. റീസെൻ്റ്ലി ഒരു വീഡിയോയിലാണ് ഞാൻ ഇത് ഈ ട്രിക്ക് കാണുന്നത്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമുക്കതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു ത്രെഡാണ്, കണ്ടില്ലേ? ഇത് നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡില്ലേ, ഇതാണ് നമുക്ക് ആവശ്യം. ഇതിനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ആക്കുക. ഇതിപ്പോൾ ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളൂ, നന്നായിട്ടൊന്ന് വെറ്റ് ആക്കണം നമ്മളിതിനെ. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതിനെ വെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്, ഇവിടെ നല്ല വൈറ്റ് ഹെഡ്സ് ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. താഴോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ ഇളക്കി വരും. അപ്പം അതുപോലെ തന്നെ നോസിൻ്റെ ഈ പാർട്ടിലും നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ കണ്ടില്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് നോസൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ട് അത് കുഴപ്പമില്ല, കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് പോകണ്ടേ, അതിനാണ്. അപ്പം എനിക്ക് അധികം ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, വൈറ്റ് ഹെഡ്സ് ആണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് ഹാഷ് ആകണം. നല്ല രീതിയിൽ നൂലൊന്ന് വെറ്റ് ചെയ്തിട്ട് പതിയെ മാത്രം ഒന്ന് ഓരോ സ്ഥലത്തും വർക്ക് ചെയ്തെടുക്കാം. അത് മാത്രം മതിയാവും. സോ ഇപ്പം നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ച് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് മസാജാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫേഷ്യലിൻ്റെ കീ എന്ന് പറയുന്നത് മസാജാണ്. നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയുള്ളൂ. അതുവഴി നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുള്ളൂ. ഫേസ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് നല്ലൊരു ഗ്ലോയി സ്കിന്ന് വേണം എന്നുള്ളത്. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതായിട്ടൊന്ന് ഫേസിനെ മസാജ് ചെയ്യാനാണ്. അപ്പം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നൊരു ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ജസ്റ്റ് ഞാൻ നേരത്തെ പോലെ തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഒത്തിരി തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇതുപോലത്തെ ഗ്ലിസറിൻ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ആലോവേറ ജെല്ലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആലോവേറ ജെല്ലില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ തന്നെയാണ് ആ ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാനൊരു ഗ്ലിസറിൻ ഗ്ലോ മാസ്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. ഗ്ലിസറിൻ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. ഞാനിവിടെ മുൾത്താണി മിട്ടി എടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കടലമാവ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ മുൾത്താണി മിട്ടി എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ ഒരു തൈരിൽ, ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ കുറച്ച് ഗ്ലിസറിൻ എടുക്കുക കേട്ടോ, ഒരിത്തിരി മതിയാവും. കുറച്ച് ഗ്ലിസറിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ കുറച്ച് മുൾത്താണി മിട്ടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും ഗ്ലിസറിനും മുൾത്താണി മിട്ടി, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ക്രീം ഇരിക്കുന്നത്, കണ്ടില്ലേ? നല്ലൊരു ക്രീം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മസാജ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഇതിൽ തൈര് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഗ്ലിസറിൻ ചെയ്തിട്ടുള്ളവർക്കും ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും ഈക്വലി നല്ലതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു മസാജ് ക്രീം എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്യാം. ഫേഷ്യലിൻ്റെ കീ എന്ന് പറയുന്നത് മസാജാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ക്രീം യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗ്ലിസറിൻ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അലോവേറ ജെൽ യൂസ് ചെയ്യാം. മുൾത്താണി മിട്ടി ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് കടലമാവും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്ന സ്റ്റെപ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മസാജ് ചെയ്യുമ്പം ഔട്ട്വേർഡ്സ് മാത്രം മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഡിഫറെൻറ്റ് മസാജിങ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം. അപ്പം ഒരു 5 മിനിറ്റ്സ് ഒക്കെ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, നല്ലതാണ്. നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഗ്ലോ കൊണ്ടുവരാനും പറ്റും. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ടെക്നിക്കലായിട്ടൊന്നും വേണമെന്നില്ല, നമുക്കറിയാവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ നമ്മളൊന്ന് ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ ഫേസിന് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂട്ടി കൊടുക്കണം, ആ ഒരു ഗ്ലോ കൊണ്ടുവരണം, അത്രേ ആവശ്യമുള്ളൂ. ഞാനിത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്കിങ് ആണ്. അപ്പോൾ ഫേസ് മാസ്ക് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാനൊരു ഫേസ് മാസ്ക് കാണിച്ചിരുന്നു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇടാം കേട്ടോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ ഫേസ് മാസ്കിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് പൊട്ടാറ്റോ, അതുപോലെ ടൊമാറ്റോ, പിന്നെ ഒരു സ്ലൈസ് ഓഫ് ലെമൺ ആണ് എടുക്കുന്നത്. നമ്മൾ കിച്ചണിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഓഫ് ലെമൺ, എത്രയും മതി നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അരിപ്പൊടി ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റൻ ആവാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ ടൊമാറ്റോവും പൊട്ടാറ്റോവും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫേഡ് ഔട്ട് ആക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് വെച്ചിട്ട് അത് ഡ്രൈ ആകുമ്പോൾ കഴുകിക്കളയാം. എന്നിട്ടൊരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേഷ്യലൊക്കെ കഴിഞ്ഞു. നല്ല നമ്മൾ ഈ തൊടുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഇവൻ്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. എന്താണ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നല്ല ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ മാസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ഫേഷ്യൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ വീട്ടിൽ ഇരുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.